നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് നടത്തിയ തിരച്ചിലിൽ കാന്തൻപാറയിൽ നിന്നും 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. കാന്തൻപാറ പുഴയ്ക്ക് സമീപമാണ് 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. സന്നദ്ധ പ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, സ്കൂൾ റോഡ്, ചൂരൽമല, വില്ലേജ് റോഡ്, അട്ടമല എന്നീ 6 സോണുകളായിരുന്നു ജനകീയ തിരച്ചിൽ ഇന്ന് നടന്നത്. ഞായറാഴ്ചയായതിനാൽ കൂടുതൽ പേർ തിരച്ചിലിനായി എത്തിയിരുന്നു. സന്ദർശനമായി കണ്ടുവന്നവർ തിരച്ചിൽ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടാകരുതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ദുരന്ത മേഖലയിൽ സ്പെഷ്യൽ സിസ്റ്റം ഉണ്ടാക്കി തിരച്ചിൽ തുടരണമെന്ന് ടി സിദ്ദിഖ് MLA വ്യക്തമാക്കി. രാവിലെ 9 മണിവരെ രജിസ്റ്റർ ചെയ്ത 1857 പേരായിരുന്നു തിരച്ചിലിൽ പങ്കെടുക്കുന്നത്. 25 പരിസരവാസികളും തിരച്ചിലിന് പങ്കെടുക്കാനെത്തി. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള ജനകീയ തിരച്ചിലിൽ പങ്കാളിയായിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും. ഉരുൾപൊട്ടലിൽ കാണാതായ അച്ഛനെ തിരയുന്ന മകനെ കണ്ട മന്ത്രി ദുരന്തഭൂമിയിൽ പൊട്ടിക്കരഞ്ഞു. ഇത്തരം കാഴ്ചകൾ കാണാനുള്ള യോഗമാണല്ലോ ഉണ്ടായതെന്നായിരുന്നു മന്ത്രി കരഞ്ഞു പറഞ്ഞത്. കുട്ടിയോട് എന്ത് സമാധാനം പറയുമെന്നും അദ്ദേഹം ചോദിച്ചു. ഉരുൾപൊട്ടലിൽ കാണാതായ നാസറിനെ തിരഞ്ഞു മകനും തിരച്ചിലിൽ പങ്കാളിയായിരുന്നു. ഈ കുട്ടിയെ ചേർത്ത് പിടിച്ചാണ് മന്ത്രി വികാരാതീതനായത്. കുട്ടിയുടെ മുന്നിൽ മന്ത്രി കൈകൂപ്പി നിൽക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തുവരികയുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചിരുന്നു. മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരോട് വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. കുട്ടികളെ താലോലിച്ചും പ്രധാനമന്ത്രി അവർക്ക് ആശ്വാസം പകരുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയൊരു ആശ്വാസമായി എന്ന് പലരും പ്രതികരിക്കുകയുണ്ടായി. 10 മണിക്കൂർ മരണത്തോട് മല്ലടിച്ച് ചെടിയിൽ കിടന്ന അരുൺ, അനിൽ, കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട അനാഥയായ പെൺകുട്ടി അവന്തിക തുടങ്ങിയവരെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. അവരുമായി സംസാരിക്കുകയുണ്ടായി. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. മോദിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടെ പലരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കണ്ടത്. 3:45 അദ്ദേഹം മേപ്പാടിയിൽ നിന്നും മടങ്ങിയത്. മാത്രമല്ല അദ്ദേഹം ആശുപത്രിയും ക്യാമ്പും സന്ദർശിച്ചു. ചൂരൽമല നടന്നു കാണുകയുണ്ടായി. ആദ്യം ഹെലികോപ്റ്റർ നിരീക്ഷണമായിരുന്നു. ശേഷമായിരുന്നു അദ്ദേഹം നേരിട്ടെത്തിയത്. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗമായിരുന്നു പ്രധാനമന്ത്രി ചൂരൽമലയിലെത്തിയത്. വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്തെ തകർന്ന റോഡിലൂടെയാണ് അദ്ദേഹം നടന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി വി വേണു, ജില്ലാ കളക്ടർ DR മേഘശ്രീ, ADGP MR അജിത് കുമാർ എന്നിവർ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഇതേ വഴി തന്നെ തിരിച്ചെത്തിയ ശേഷം ബെയിലി പാലത്തിലൂടെ നടന്നും നിരീക്ഷണം നടത്തുകയുണ്ടായി. ഉന്നത ഉദ്യോഗസ്ഥർ ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അദ്ദേഹത്തിനോട് വിശദീകരിച്ചു. മാത്രമല്ല ഈ ക്യാമ്പിൽ കഴിയുന്ന നിരവധി പേരുണ്ട്, ചികിത്സയിലായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്. ഡോക്ടർമാരോടും അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.